അവന് സൗഖ്യം പ്രാപിക്കണമെന്നുള്ളതായ അതിയായ ആഗ്രഹവും അതിയായ വാഞ്ചയും അവനുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായ കാര്യം. വരുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചേർത്ത് വെച്ച് പറഞ്ഞത്. ഈ യെരിഹോവിൻ്റെ പ്രതിസന്ധി യുദ്ധഭൂമിയായി, ശാപഭൂമിയായി, ദൈവാലയത്തിൽ നിന്ന് ഏറെ അകന്ന സ്ഥലമായി, അവൻ്റെ കൂട്ടാളികളുടെ പരിമിതി ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ബർത്തിമായിയെ സംബന്ധിച്ചിടത്തോളം അവന് കാഴ്ച പ്രാപിക്കണമെന്നുള്ളതായ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായ മർമ്മം. ഈ ബർത്തിമായി കാഴ്ച പ്രാപിച്ച തലത്തിലേക്കാണ് നാം അടുത്തു വരുന്നത്. ബർത്തിമായി അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാനും നിങ്ങളും ഒക്കെ പ്രാർത്ഥിക്കുകയാണ്. ഈ ബർത്തിമായുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കർത്താവ് കേൾക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് തമ്പുരാൻ ഉത്തരം നൽകുകയാണ്. എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകുകയാണ്. ലളിതമായി ഈ കാര്യങ്ങളിലൂടെ ഒന്ന് മുന്നോട്ട് പോയിക്കൊണ്ട് നമ്മുടെ ഈ യാത്രയ്ക്ക് അവസാനം കുറിക്കാം.